പ്രിയ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും കേൾക്കുന്നത് പോലെ ഒരു വ്യക്തി BJP വിട്ട് കോൺഗ്രസ്സിൽ ചേരുകയും അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ BJPയുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ ഒപ്പമുള്ളവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അവരുടെ കലിപ്പ് തീർക്കുന്നത് ആ വ്യക്തിയുടെ മരിച്ചുപോയ അമ്മയിലൂടെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാഷ്ട്രീയം മാറും, ചിലപ്പം മതം തന്നെ മാറും. എന്നിരുന്നാലും ഇവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ എന്ത് പയച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മരിച്ചുപോയ ആ വ്യക്തിയുടെ അമ്മയെപ്പറ്റി എന്തൊക്കെ വ്യഭിചാരാരോപണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ തരക്കേടില്ല. 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച സ്ത്രീകളെ അറിയുന്ന സ്ത്രീകളാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്താവട്ടെ, മതവിദ്വേഷമല്ലല്ലത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോയി എന്നുള്ളതല്ല. പിന്നെ ഇവർക്കുള്ള പരാതി പാണക്കാട് തങ്ങളെ കാലിൻ്റെ ചുട്ടിക്ക് പോയിന്നു. ഇവിടെ കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു കേന്ദ്രമാണ് പാണക്കാട് കുടുംബം. അവിടെ ഒരാളായിട്ടല്ല, എല്ലാ വിഭാഗവും അവിടെ പോകാറുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അഭിപ്രായ വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ല, അല്ലാതെ തന്നെ അവർക്ക് വരുന്ന സാമ്പത്തികമായ പരാതികൾ എന്നപോലെ രോഗസംബന്ധമായ അവർക്ക് ചികിത്സിക്കാൻ കഴിയാതിരിക്കുമ്പം അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിച്ച് പല നിലക്കും പോകലുണ്ട്, കേസ് തീർക്കാൻ പോകലുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്, ഇത് പോയ ആളൊരു സ്ത്രീയല്ല, ഒരു പുരുഷനാണ് അവിടെ പോയത്. അപ്പോൾ ഇത് നേരെ മറിച്ചൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ സ്ത്രീകൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമായിരുന്നു. എന്തൊക്കെ നമ്മളെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത എന്തൊക്കെ മോശത്തരങ്ങളാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഏതായാലും തീർച്ചയാണ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടം ചാടുന്നത് സ്വാഭാവികമാണ്. എന്ന് വെച്ച് ഇവിടെ മരിച്ചുപോയ അവരുടെ മാതാപിതാക്കളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും മോശമായ അവരെ ആത്മാവ് ഇത് പൊറുക്കുമോ? ഒരു വിശ്വാസികളല്ലേ ഇവർ വിശ്വാസികളാണല്ലോ. അപ്പോൾ ഇത്രയും മോശപ്പെട്ട ആളായിരുന്നു എന്ന് ഇപ്പോഴാണോ ബോധ്യപ്പെടുന്നത്? അവർ രാഷ്ട്രീയത്തിൽ നിന്ന് വേറെ രാഷ്ട്രീയത്തിലേക്ക് പോയതിൻ്റെ ശേഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമൊക്കെ കണക്കാണ്. ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലും ഏത് രാഷ്ട്രീയത്തിൽ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാനുഷികമായ പരിഗണന നൽകേണ്ട ആളുകളെ ഇവിടെ വില കുറച്ച് കാണിക്കുകയും ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ പാണക്കാട് ഒരു വിഭാഗം ചെന്നാൽ അവിടെ ആരൊക്കെ പോയിട്ടുണ്ട്? രാഷ്ട്രീയക്കാരൊക്കെ പോയിട്ടുണ്ട്. ഓരോ കാലിൻ്റെ അടിയിൽ ഇപ്പോൾ അവർ പറഞ്ഞ ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ മടിയുണ്ട്, അതിന് വേണ്ടിയിട്ടാണോ പോണത്? ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും പോയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കരുണാകരൻ അടക്കമുള്ള എല്ലാവരും അവിടെ പോവുകയും, അത് മാത്രമല്ല മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ഈ മരിച്ച സമയത്ത് അവരെ മഹത്വങ്ങളെടുത്ത് പറഞ്ഞത് ഇവരെ ഈ RSSൻ്റെ പത്രമായിരുന്നു, ജന്മഭൂമിയൊക്കെ ആയിരുന്നു ഇവരെ പുകഴ്ത്തി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവരിലുള്ള ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ എന്ത് പരാതി തീർക്കാൻ അങ്ങോട്ടാണ് പോയത്. എന്നാൽ അങ്ങനത്തെ ആളുകൾ ഇവിടെ ഈ പാണക്കാട് കുടുംബം ഒരാളെ മതം മാറ്റുകയോ അതല്ലെങ്കിൽ ഒരാളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെയുള്ള തെറി പറയുകയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? അവർ പഠിക്കുന്നൊരു സിദ്ധാന്തമുണ്ട്. ഇവിടെ ഒരാൾ ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയല്ല വേണ്ടത്, നീ ഏറ്റവും ഹയറായതുകൊണ്ട് അവരെ തടുക്കണം എന്നുള്ളത്. ഇങ്ങോട്ട് തെറി പറയുന്നവനെ അങ്ങോട്ട് നന്മ കൊണ്ട് തടുക്കണം എന്നാണ് പറഞ്ഞത്. മുമ്പൊരാൾ ഒരു നമ്പൂരിൻ്റെ അടുക്ക ചെന്നുകൊണ്ട് കുറേ ചീത്ത പറഞ്ഞു അമേദ്യം തിന്നുന്നവനെ, അത് തിന്നുന്നവനെ, ഇത് തിന്നവനെ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് പാരം പറഞ്ഞു എന്ത്, ഈ കുമ്പളങ്ങ തിന്നുന്നവനെ, പയറ് തിന്നുന്നവനെ. അപ്പം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ, താൻ തിന്നത് താൻ പറഞ്ഞു, ഞാൻ തിന്നത് ഞാൻ പറഞ്ഞു, അവൻ തിന്നത് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ രൂപത്തിൽ
അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇനി അതിലേക്ക് തന്നെ മടങ്ങിയാലും ഈ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ കിട്ടൂലല്ലോ. എന്ത് തന്നെ ആയാലും ഈ വർഗീയമായിട്ടുള്ള ഈ സ്വഭാവവും ഇതോടുകൂടെ തന്നെ മരിച്ചു പോയവരെയും ഒക്കെ ഇതിലേക്ക് വലിച്ചേക്കുന്നത് ഏറ്റവും അധികം മോശമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരാൾ ഒരു രാഷ്ട്രീയം മാറുന്നതിനും അതിലേക്ക് ചേരുന്നതിലും നമ്മളതിലെന്തായിട്ട് സന്തോഷിച്ചിട്ടോ അതിൽ ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതൊക്കെ അവനവനുള്ള സ്വാതന്ത്ര്യമാണ്. എന്ന പോലെ മതത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിട്ടുപോയാൽ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അവനവൻ നിൽക്കുന്നതിൽ നിന്ന് അതിന് നിവൃത്തി അടഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. നേരെ മറിച്ച് അങ്ങോട്ടോട്ട് പോകാൻ അവർക്ക് അതിൻ്റെ തക്കതായ കാരണം ഉണ്ടാകും. ആ കാരണം അന്വേഷിച്ച് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്ത് ഒരു വർഗീയതയോ സ്വസ്ഥമായി സ്വൈര്യമായി നിൽക്കുന്ന ആളുകളെ വലിച്ചയച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും ഈ മോശത്തിലുണ്ടായിട്ട് എന്താ അപ്പം ഇതിൻ്റെയൊക്കെ കാര്യം? കുറച്ച് കാലമല്ലേ ഇവിടെ ദുനിയാവിൽ ജീവിക്കുള്ളൂ എല്ലാവരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആരായാലും ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.